4-ാം ഭാഗത്തിൽ നമ്മൾ കണ്ടു, ജോലിക്ക് പോകുന്ന ഗോപയ്യ തന്റെ മക്കളോട് തല്ലുകൂടാതെ നല്ല കുട്ടികളായി ഇരിക്കാൻ പറയുന്നു. ശാന്തി തുണികൾ കഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അയൽപക്കത്തെ വീട്ടിലെ പാർവതി മലയിലെ ദേവിയെ പറ്റി പറയുന്നു. അവളോട് വരാൻ പറയുന്നു. പക്ഷെ പണിയുണ്ടെന്ന് പറഞ്ഞ് അവൾ പാർവതിയെ മടക്കി അയക്കുന്നു. ഇത് കേട്ട മാലിനി മലയുടെ മുകളിൽ നിന്ന് ശാന്തിയെ താഴേക്ക് തള്ളിയിടാമെന്ന് കരുതി തുണികൾ കഴുകുന്ന ശാന്തിയുടെ അടുത്തേക്ക് പോയി മലയിലെ ദേവിയുടെ പൂജയ്ക്ക് പോകുവാൻ വേണ്ടി കാലുപിടിച്ച് അപേക്ഷിക്കുന്നു. മാലിനി പറയുന്നത് കേട്ട് ശാന്തി അവളെയും കൊണ്ട് മലയിലെ ദേവിയുടെ പൂജയ്ക്ക് പോകുന്നു. അവിടെ വെച്ച് മാലിനി ശാന്തിയെ ആ കുന്നിന്റെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടുന്നു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ വീട്ടിലേക്ക് തിരിച്ചു വന്ന് ഗോപയ്യയുടെ അടുത്ത് ഒരു നുണക്കഥ പറയുന്നു. ഗോപയ്യ അവിടെ പോയി നോക്കുന്നു. അവിടെ ശാന്തിയെ കാണുന്നില്ല. ഇനി എന്തു സംഭവിച്ചു എന്ന് ഈ ഭാഗത്തിൽ നമുക്ക് കാണാം. മലയുടെ മുകളിൽ നിന്ന് നോക്കുന്ന ഗോപയ്യയ്ക്ക് അവിടെ നിന്ന് വീണ ശാന്തിയെ കാണുന്നില്ല. വിഷമിച്ചുകൊണ്ട് മാലിനിയെ തിരിച്ചു വീട്ടിലേക്ക് കൊണ്ടുവരുന്നു. ഉള്ളിനുള്ളിൽ മാലിനിക്ക് ഭയങ്കര സന്തോഷമാകുന്നു. ഇത്രയും നാളത്തെ എൻ്റെ ആഗ്രഹം സാധിച്ചു. മലയുടെ മേലെ നിന്ന് വീണില്ലേ, രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇനി രക്ഷപ്പെട്ടാലും അപ്പ നോക്കാം. ദൈവമേ, എൻ്റെ ആഗ്രഹം സാധിച്ചു തന്നതിന് നന്ദി. മാലിനി ഇങ്ങനെ മനസ്സിൽ ആലോചിച്ച് തന്റെ അച്ഛന്റെ ഒപ്പം നടക്കുകയായിരുന്നു. മോളെ ശാന്തി, എന്നെയും മാലിനിയെയും വിട്ടു പോയില്ലേ? ഒന്നാലോചിച്ചാൽ ജീവിക്കുന്നത് തന്നെ നിനക്ക് വേണ്ടിയാണ്. നീ ഇല്ലെങ്കിൽ ഞാൻ ജീവിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത് മോളെ? ആർക്കു വേണ്ടി ജീവിക്കുന്നു ഞാൻ? ഗോപയ്യ ഇങ്ങനെ പറഞ്ഞ് നടക്കുകയായിരുന്നു. മാലിനി ഗോപയ്യയെ വിളിക്കുന്നു. അച്ഛാ, അച്ഛാ. പറയൂ മോളെ, എന്താ വേണ്ടത്? ചേച്ചി ഇത്ര വലിയ മലയുടെ മേലെ നിന്ന് വീണതല്ലേ, ജീവനോടെ ഉണ്ടാകുമോ? ഇത്ര വലിയ മലയുടെ മേലെ നിന്ന് തലയിടിച്ച് വീണപ്പോൾ തന്നെ മരിച്ചു പോയിട്ടുണ്ടാവും മോളെ. നമ്മുടെ ഒപ്പം ചേച്ചി ഉണ്ടാവില്ലേ? മാലിനിയുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കാതെ നടക്കുകയാണ് ഗോപയ്യ. ദൂരെ നിന്ന് തീവണ്ടിയുടെ ശബ്ദം കേൾക്കുന്ന ഗോപയ്യ മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നു. അത് നോക്കൂ, തീവണ്ടി. ശാന്തി ഇല്ലാണ്ട് ഞാൻ ജീവിക്കുന്നതിൽ അർത്ഥമില്ല. അങ്ങനെ ആലോചിച്ച് മാലിനിയുടെ കൈവിട്ട് ഓടി തീവണ്ടിയുടെ പാളത്തിൽ പോയി നിൽക്കുന്നു. ഗോപയ്യയുടെ പിന്നാലെ മാലിനിയും ഓടുന്നു. അച്ഛാ, അച്ഛാ, എങ്ങോട്ടാണ് പോകുന്നത്? ഞാനും വരുന്നു, നിൽക്കച്ചാ. അവൾ ഇങ്ങനെ പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ ഓടി കണ്ണടച്ചു നിൽക്കുകയാണ് ഗോപയ്യ. ദൂരെ നിന്ന് തീവണ്ടി ഹോണടിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. അതുകണ്ട് മാലിനി കരയുന്നു. മാലിനി അച്ഛന്റെ അടുത്തേക്ക് പോയിട്ട് പാളത്തിൽ നിന്ന് മാറി നിൽക്കാൻ അപേക്ഷിക്കുന്നു. അച്ഛാ, ഇവിടുന്ന് മാറി നിൽക്കച്ചാ. വരൂ അച്ഛാ, വണ്ടി വരുന്നു. മോളെ മാലിനി, എന്നോട് ക്ഷമിക്കൂ. നിന്റെ ചേച്ചിയില്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല മോളെ. നീ നന്നായി ജീവിക്കണം. എന്തിനാ അച്ഛാ ചേച്ചി മരിച്ചുപോയി എന്ന് ചിന്തിക്കുന്നത്? രാവിലെ നമുക്ക് താഴേക്ക് പോയി നോക്കാം. ചേച്ചിയെ പറ്റി എന്തെങ്കിലും അറിയാൻ പറ്റും. ഇത്ര വലിയ മലയിൽ നിന്ന് വീണ ജീവനോടെ ഇരിക്കില്ല മോളെ. ദൂരെ നിന്ന് തീവണ്ടി ഹോണടിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. ചിലപ്പോൾ ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. ഒരു പക്ഷെ ചേച്ചി ജീവനോടെ ഉണ്ടെങ്കിലോ? ഞാനും ചേച്ചിയും അനാഥരായി പോകും. ഇത് കേട്ട ഗോപയ്യ ചിന്തിക്കാൻ തുടങ്ങുന്നു. എന്റെ മോള് ശാന്തി ജീവനോടെ ഉണ്ടെങ്കിൽ അത്രയും ഭാഗ്യം വേറെ ആർക്കും ഉണ്ടാവുകയില്ല. ഹോണടിച്ചുകൊണ്ട് തീവണ്ടി അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊരു സ്ഥലത്ത് ഇരുട്ട് നിറഞ്ഞൊരു കാട്. മലയുടെ മേലെ നിന്ന് വീണ ശാന്തി ഒരു മരത്തിന്റെ ചില്ലയിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നു. പക്ഷേ തൂങ്ങിക്കിടക്കുന്ന ശാന്തിയുടെ താഴെ ഒരു പാമ്പുണ്ട് എന്നവൾ അറിഞ്ഞിരുന്നില്ല. ശാന്തിയുടെ കൈ ചില്ലയിൽ നിന്ന് വഴുക്കാൻ തുടങ്ങി. ഇരുട്ട് കാരണമൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര ഇരുട്ടാണ്, ഒന്നും കാണാൻ പറ്റുന്നില്ല. ചില്ലയിൽ നിന്ന് കൈ വഴുക്കുന്നു. കൈ വഴുക്കിയാൽ ആർക്കറിയാം എവിടെ വീഴും, എങ്ങനെ വീഴുമെന്ന്? ഞാൻ എത്ര മേലെയാണ് തൂങ്ങി നിൽക്കുന്നത് എന്ന് പോലും എനിക്കറിയുന്നില്ലല്ലോ. ഇങ്ങനെ പേടിച്ചു തൂങ്ങി നിൽക്കുകയാണ് ശാന്തി. ശാന്തി പിടിച്ചിരുന്ന ചില്ലയിൽ
ഒരു തേളുണ്ടായിരുന്നു. അത് ശാന്തിയെ നോക്കുകയായിരുന്നു. ഈ ഇരുട്ടത്ത് രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അലറിയാൽ ഉറങ്ങിയ എല്ലാ മൃഗങ്ങളും എഴുന്നേൽക്കും. അല്ലെങ്കിൽ തന്നെ ഇത്ര രാത്രിയിൽ കാട്ടിൽ ആരാ ഉണ്ടാവുക? രാവിലെ വരെ ഇങ്ങനെ തന്നെ നിൽക്കേണ്ടി വരും. കൈ വഴുക്കാതെ ശ്രദ്ധിച്ചു നിൽക്കേണ്ടി വരും. ഇങ്ങനെ ശാന്തി പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പോൾ ആ കാട്ടിലേക്ക് ഒരു സന്യാസി വരുന്നു. ഒരു കൈയിൽ മാന്ത്രിക വടിയും ഒരു കൈയിൽ മകുടിയും ഉണ്ടായിരുന്നു. ഇന്ന് അമാവാസിയാണ്. ഈ ഇരുട്ടിയ കാട്ടിലെനിക്കിന്നൊരു കറുത്ത പാമ്പിനെ വേണം. ഇനി പാമ്പിൻ്റെ മാളം അന്വേഷിക്കണം. അബ്രാകാഡബ്രാഗ്നിയ വഹൈമീൻ. സ്വാമി ഇങ്ങനെ പറഞ്ഞതും കയ്യിലുള്ള വടി കത്തിക്കൊണ്ട് ആകാശത്ത് പറക്കാൻ തുടങ്ങി. ആ അഗ്നിയിൽ കണ്ട പാമ്പിന്റെ മാളത്തിലേക്ക് പോകുന്നു. അവിടെ നിന്ന് മകുടി വായിക്കുന്നു. പെട്ടെന്ന് ശാന്തി മകുടിയുടെ ശബ്ദം കേൾക്കുന്നു. ശാന്തി പേടിക്കുന്നു. ഇത്ര രാത്രി കാട്ടിൽ മകുടിയുടെ ശബ്ദം കേൾക്കുന്നു. ഞാനിനി എന്തു ചെയ്യും? നാട്ടിൽ പാമ്പിനെ പിടിക്കാൻ വന്നതാവും. ആർക്കറിയാം എവിടെയാണെന്ന്? ശാന്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മകുടിയുടെ ശബ്ദം കേട്ടിട്ട് ശാന്തിയുടെ താഴെയുള്ള പാമ്പ് മെല്ലെ അവിടെ നിന്ന് പോകുന്നു. ആ സമയത്ത് ചില്ലയിലുണ്ടായിരുന്ന തേൾ ശാന്തിയുടെ കയ്യിൽ കടിക്കുന്നു. അപ്പോൾ തന്നെ ചില്ലയിൽ നിന്ന് കൈവിടുന്നു. പെട്ടെന്ന് താഴേക്ക് വീഴുന്നു. അപ്പോൾ മകുടി വായിക്കുന്ന സ്വാമി അലർച്ച കേട്ട് അത് നിർത്തുന്നു. ഇത്ര ഇരുട്ടിയ കാട്ടിലൊരു പെൺകുട്ടിയുടെ ശബ്ദം. ഇത് സത്യമാണോ എൻ്റെ തോന്നലാണോ? ഈ സമയത്തൊരു പെൺകുട്ടി കാട്ടിലുണ്ടാകുന്നത് എൻ്റെ തോന്നൽ തന്നെയായിരിക്കും. ഇങ്ങനെ ആലോചിച്ച് സ്വാമി മകുടി വായിക്കുന്നത് തുടരുന്നു. താഴേക്ക് വീണ ശാന്തി തലചുറ്റി താഴെ കിടക്കുന്നു. മരത്തിന്റെ ചില്ലയിൽ നിന്ന് വീണ ശാന്തി ബോധമില്ലാതെ താഴെ കിടക്കുന്നു. ഇതേ സമയം മറ്റൊരിടത്ത് ഗോപയ്യയോട് മാലിനി അപേക്ഷിക്കുന്നു. വേണ്ടച്ചാ, വീട്ടിലേക്ക് പോകാം. നാളെ രാവിലെ തന്നെ ചേച്ചി അന്വേഷിക്കാൻ പോകാം. ഗോപയ്യ ആലോചനയിലാണ്. തീവണ്ടി ഹോൺ അടിച്ചുകൊണ്ട് അടുത്തേക്ക് വരുന്നു. തീവണ്ടിയെ കണ്ട് മാലിനി പേടിച്ചു പോകുന്നു. അച്ഛാ, അച്ഛാ, തീവണ്ടി വരുന്നു. ഗോപയ്യ ഒന്നും പറയാതെ അങ്ങനെ നിൽക്കുന്നു. വേറെ ഒരു വഴിയും ഇല്ലാത്തതുകൊണ്ട് മാലിനി ഗോപയ്യയെ ശക്തമായി തള്ളിമാറ്റുന്നു. ഗോപയ്യ അപ്പുറത്തേക്ക് വീഴുന്നു. വീണ ഗോപയ്യയുടെ തലയ്ക്ക് പരിക്ക് പറ്റുന്നു. ചോര ഒഴുകുന്നു. ഗോപയ്യയുടെ ബോധം പോകുന്നു. തീവണ്ടി അടുത്തേക്ക് വരുമ്പോൾ മാലിനി അപ്പുറത്തേക്ക് ചാടുന്നു. അവളും വീഴുന്നു. തീവണ്ടി പെട്ടെന്ന് കടന്നുപോകുന്നു. മാലിനിയുടെ കാലിൽ പരിക്ക് പറ്റുന്നു. അതുകൊണ്ട് മാലിനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. അവിടെ നിന്ന് തന്നെ അച്ഛനെ വിളിക്കുന്നു. അച്ഛാ, അച്ഛാ, എഴുന്നേൽക്കച്ഛാ. എന്റെ കാലനക്കാൻ പറ്റുന്നില്ല. എഴുന്നേൽക്കാനും പറ്റുന്നില്ല. അച്ഛൻ വന്ന് എന്നെ എടുത്തുകൊണ്ട് പോവോ? മാലിനി വിഷമിച്ചു പറയുന്നു. താഴെ കിടക്കുന്ന ഗോപയ്യയുടെ അടുത്തുനിന്ന് ഒരു ഉത്തരവും വരുന്നില്ല. രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കാട്ടിൽ സന്യാസി മകുടി വായിച്ചു വായിച്ച് നടന്നുപോകുന്നു. എല്ലാ തരത്തിലുള്ള പാമ്പുകളെയും സന്യാസി കണ്ടു. പക്ഷേ കറുത്ത പാമ്പിനെ മാത്രം കണ്ടില്ല. എന്താ ഇത്? കാട് മൊത്തം നോക്കി, പക്ഷെ കറുത്ത പാമ്പിനെ മാത്രം കണ്ടില്ല. ഇങ്ങനെ ആലോചിക്കുമ്പോൾ തന്നെ അഗ്നിയുടെ പ്രകാശത്തിൽ താഴെ കിടക്കുന്ന പെൺകുട്ടിയെ സ്വാമി കാണുന്നു. അവളെ കണ്ട സ്വാമി ഞെട്ടിപ്പോകുന്നു. ശാന്തിയുടെ അടുത്തേക്ക് വരുന്നു. തേൾ കടിച്ചത് കാരണം ശാന്തിയുടെ നിറം മൊത്തം കറുപ്പായി. അപ്പോൾ സ്വാമി ഇങ്ങനെ ആലോചിക്കുന്നു. ആരാണീ പെൺകുട്ടി? ഇത്ര ഇരുട്ടിയ കാട്ടിൽ ഇവളെങ്ങനെ വന്നു? കറുത്തിട്ടാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ആലോചിച്ചപ്പോൾ തോന്നുന്നത് കറുത്ത പാമ്പനെയൊന്നുമല്ലല്ലോ. എന്നാലും ഒരു വട്ടം മകുടി വായിച്ചു നോക്കാം. ഇങ്ങനെ വിചാരിച്ച് സ്വാമി മകുടി വായിക്കുന്നു. ശാന്തി അനങ്ങാതെ കിടക്കുന്നു. ഒട്ടും അനങ്ങുന്നില്ല. വായിച്ച് വായിച്ച് സ്വാമി ക്ഷീണിക്കുന്നു. പക്ഷേ ശാന്തി അനങ്ങുന്നില്ല. അങ്ങനെ തന്നെ കിടക്കുകയാണ്. ഈ പെൺകുട്ടി കറുത്ത പാമ്പല്ല. ആരാണാവോ? എങ്ങനെയാണാവോ ഈ കാട്ടിൽ വന്നു പെട്ടത്? ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശാന്തിയുടെ അടുത്ത് നിന്ന് തേൾ വരുന്നത് സ്വാമി കാണുന്നു. അപ്പോൾ സ്വാമി ഇങ്ങനെ ആലോചിക്കുന്നു. ഈ പെൺകുട്ടിയെ തേൾ കടിച്ചതാണ്. അതിൻ്റെ വിഷമുള്ളിൽ ചെന്ന് കറുത്തു പോയതാണിവൾ.
മരിക്കാറായി അവൾ. എങ്ങനെയെങ്കിലും രക്ഷിക്കാം. ഇങ്ങനെ പറഞ്ഞ് സ്വാമി ശാന്തിയുടെ കയ്യിൽ ഏലസ് കെട്ടുന്നു. അതിനുശേഷം അവിടെ നിന്ന് പോകുന്നു. മകുടി വായിച്ചുകൊണ്ട് അവിടുന്ന് കടന്നുപോകുന്നു. മറ്റൊരിടത്ത് ഗോപയ്യ ബോധമില്ലാതെ കിടക്കുകയാണ്. മാലിനി കാലിന്റെ വേദന കാരണം എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുകയാണ്. ഇവിടെ കാട്ടിൽ ശാന്തി കണ്ണു തുറക്കുന്നു. ഒന്നും മനസ്സിലാവാതെ കിടക്കുകയാണ്. ഇതിനുശേഷം എന്താണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് അടുത്ത ഭാഗത്തിൽ കാണാം. നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇങ്ങനത്തെ കഥകൾ ഇനിയും കേൾക്കാൻ വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.